സ്റ്റുഡിയോയ്ക്കെതിരായ ബഹിഷ്കരണം തുടരുമെന്ന ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന SIO ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ല. നിസ്സഹകരണം എന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമുറയാണെന്നും SIO നടത്തിയത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് SIO സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ മുഹമ്മദ് ഷഹാബ് പറഞ്ഞു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഇപ്പോൾ SIOയുടെ നിലപാട് ഇങ്ങനെയാണ്, കൂടുതൽ പ്രതിരോധം തീർക്കുമെന്നും അല്ലെങ്കിൽ പ്രതിഷേധിക്കും സ്റ്റുഡിയോയ്ക്കെതിരെ എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായും, അതായത് അവർ നേരത്തെ കോഴിക്കോടുണ്ടായിരുന്ന സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പെരുന്നാളിന് സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രം എടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ഈ SIO പ്രതിഷേധ പ്രകടനം നടത്തിയത്. എന്നാൽ ഇന്ന് SIOയുടെ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഈ ഷഫാക്ക് തന്നെ ഈ കാര്യം ആവർത്തിക്കുകയാണ്. അതായത് സ്റ്റുഡിയോ ബഹിഷ്കരിക്കണം, അത് തങ്ങളുടെ നിലപാടാണ്, തങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകും, അത് തുടരും എന്ന് തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SIO ആവർത്തിച്ച് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, അവർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ തങ്ങൾ ബഹിഷ്കരിക്കും, അത് ഇനിയും തുടരും, അതിന് ഏത് രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാലും തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, തങ്ങൾ ബഹിഷ്കരണാഹ്വാനവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും SIOയുടെ പ്രതികരണത്തോട് വലിയ രീതിയിലുള്ള വിമർശനവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്നതാണ് വാസ്തവം.